ഹലോ എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. UGC നെറ്റ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. സോ UGC നെറ്റ് കൊമേഴ്സ് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്സിൽ കോൺട്രാക്ട് ആക്ട്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകളും അതോടൊപ്പം തന്നെ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കോൺട്രാക്ട്? ലെറ്റ് മി ടെൽ യു, കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എഗ്രിമെൻറ്റ് മെയ്ഡ് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് പേരുകൾ തമ്മിലുള്ള, രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് എ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഓഫർ ചെയ്യുന്നു, മറ്റേ ഇൻഡിവിജ്വൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആയി കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് ആയി. ലൈക്ക് ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിൻ്റെ കാറ് വിൽക്കാൻ വേണ്ടി ഓഫർ ചെയ്യുന്നു, സെക്കൻഡ് പാർട്ടി ആ കാറ് വാങ്ങാൻ റെഡി ആവുന്നു. മീൻസ് ഓഫറും വന്നു, അക്സെപ്റ്റൻസും ആയി. ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ആൻ എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിൻ്റെ ഒപ്പം ലീഗൽ വാലിഡിറ്റി കൂടി, ലീഗൽ എൻഫോഴ്സിബിലിറ്റി കൂടി വന്നു കഴിഞ്ഞാൽ വി ക്യാൻ ടേം ഇറ്റ് ആസ് എ കോൺട്രാക്റ്റ്. ഓക്കെ, സോ എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ആണ് കോൺട്രാക്റ്റ്. എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ് ഒരു എഗ്രിമെൻറ്റ്. സോ മൂന്ന് ടേമുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നു, ജസ്റ്റ് നോക്കുക. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമപരമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന എല്ലാ എഗ്രിമെൻറ്റിനെയും കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. എന്താണ് ഒരു എഗ്രിമെൻറ്റ്? എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി എവരി പ്രോമിസ് ഓർ എവരി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. രണ്ട് പാർട്ടീസിനും ബെനിഫിഷ്യൽ ആവുന്ന ഏതൊരു പ്രോമിസുകളെയും, ഒരാൾ കാറ് വിൽക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു, മറ്റേ ആൾ അത് വാങ്ങാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ഈ സിറ്റുവേഷനിലൊക്കെ രണ്ട് പാർട്ടിയിലേക്കും കൺസിഡറേഷൻ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ വിൽക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് കിട്ടുന്നു, മറ്റേ ഇൻഡിവിജ്വലിന് കാറ് കിട്ടുന്നു. ഇവിടെ രണ്ടിടത്തും കൺസിഡറേഷൻ ഫ്ലോ ചെയ്യുകയാണ്. അത്തരത്തിൽ രണ്ട് പാർട്ടീസിനും കൺസിഡറേഷൻ ഫോം ചെയ്യുന്ന ഏതൊരു പ്രോമിസുകളെയും നമുക്ക് എഗ്രിമെൻ്റ് എന്ന് പറയാം. ഈ എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ച് ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ പ്രോമിസ്. ഓക്കെ, സോ പ്രോമിസ് എന്താണ്? പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോമിസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോമിസിൻ്റെ സെറ്റ് ഓഫ് പ്രോമിസസിനെ നമുക്ക്, പ്രോമിസിനെയോ സെറ്റ് ഓഫ് പ്രോമിസുകളെയോ നമുക്ക് എഗ്രിമെൻ്റ് എന്ന് വിളിക്കാം, വിച്ച് ഫോംസ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. സോ കൺസിഡറേഷൻ ഉള്ള സെറ്റ് ഓഫ് പ്രോമിസുകളാണ് എഗ്രിമെൻറ്റ്സ്. എഗ്രിമെൻറ്റ്സിൻ്റെ ഒപ്പം എൻഫോഴ്സിബിലിറ്റി കൂടി ആയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് എ കോൺട്രാക്റ്റ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ. വിച്ച് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, all agreements are contract if they are made by the free consent of parties competent to contract for a lawful consideration and with a lawful object and are not hereby expressly declared void. So there are some conditions. As per law തന്നെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. രണ്ട് പാർട്ടിയും സ്വമേധയാ എഗ്രി ചെയ്യുന്നതായിരിക്കണം. രണ്ടാമതായി കോമ്പീറ്റൻസി ഉണ്ടാവണം. അതായത് കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കോമ്പീറ്റൻസി. അത് ഏജ് ആകാം, 18 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമാണ് കോമ്പീറ്റൻസി ഉള്ളത്. അതേപോലെ മെൻ്റലി സൗണ്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കണം, ഇൻസോൾവെൻ്റ് ആകാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസാണ് കോമ്പീറ്റൻസിയുമായിട്ട് നമുക്ക് പറയാവുന്നത്. അതോടൊപ്പം ലോഫുൾ ഒബ്ജക്റ്റ്, ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസിനും ബെനിഫിറ്റ് ഉണ്ടാവണം. ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് വാലിഡ് ആയിരിക്കണം. മൂന്നാമതായിട്ട് അടുത്ത പോയിൻ്റായിട്ട് പറയാവുന്നത് ലോഫുൾ ഒബ്ജക്റ്റ്. അതായത് എന്തിനു വേണ്ടിയാണ് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, അത് നിയമപരമായിട്ട് ആ പർപ്പസ് വാലിഡ് ആയിരിക്കണം. അതോടൊപ്പം നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. അതായത് ആക്ട് പ്രകാരം എക്സ്പ്രസ്ലി ചില എഗ്രിമെൻറ്റ് വോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് മാരേജിൽ നിന്ന് പിന്മാറാനുള്ള എഗ്രിമെൻറ്റ്. അങ്ങനെയുള്ള ഏതെങ്കിലും എഗ്രിമെൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. മീൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ വോയിഡ് ആയിരിക്കും, ബിക്കോസ് കോൺട്രാക്റ്റ് ആയിട്ട് അങ്ങനെയാണ് പറയുന്നത്. സോ ഇത്തരത്തിൽ ചില എസെൻഷ്യൽസ് നമുക്ക് അറിയാനുണ്ട്. ആദ്യമായി ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ്. ലെറ്റ്സ് സി. ഫസ്റ്റ് എസെൻഷ്യൽ ഈസ് ദാറ്റ് ദെയർ മസ്റ്റ് ബി 2 പാർട്ടീസ്. സോ കോൺട്രാക്റ്റ് ആകുമ്പോൾ രണ്ട് ഇൻഡിവിജ്വൽ എങ്കിലും ഉണ്ടായിരിക്കണം. ഒന്ന് പ്രോമിസർ ആകാം, രണ്ടാമത്തെ പാർട്ടി പ്രോമിസി ആണ്. ഓർ ഓഫറർ ഓർ ഓഫറി എന്ന് നമുക്ക് പറയാം. അതായത് ആരാണോ ഇപ്പോൾ എക്സാമ്പിൾ പ്രകാരം കാറ് വിൽക്കാമെന്ന് എഗ്രി ചെയ്യുന്നത് അവരെ നമ്മൾ പ്രോമിസർ എന്ന് പറയും, ഓർ ഓഫറർ എന്ന് പറയും.
ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരോടാണോ ഓഫർ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ നമുക്ക് പ്രോമിസി, വാങ്ങാൻ റെഡി ആവുന്ന ആൾ അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആളാണ് പ്രോമിസി ഓർ ഓഫറി. ആ സെക്കൻഡ് പാർട്ടി എപ്പോഴാണോ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തെ നമ്മൾ അതിനുശേഷം അക്സെപ്റ്റർ എന്ന് കൂടി വിളിക്കും. എനിവേ കൺസെപ്റ്റ് ഓർക്കുക, ദർ മസ്റ്റ് ബി ടു പാർട്ടീസ്. കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ 2 ഇൻഡിവിജ്വൽ എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് എസെൻഷ്യൽ എലമെൻറ്റ്. സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദർ മസ്റ്റ് ബി ആൻ എഗ്രിമെൻറ്റ്. 2 പാർട്ടീസും തമ്മിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവണം. എഗ്രിമെൻറ്റ് ഒരു അണ്ടർലൈൻ കോൺട്രാക്റ്റിൻ്റെ അണ്ടർലൈൻ ബേസ് ആണ്. സോ ഇൻ ദാറ്റ് സെൻസ് യു ക്യാൻ സേ ഒരു കോൺട്രാക്ട് വാലിഡ് ആകണമെങ്കിൽ ദർ മസ്റ്റ് ബി ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ടീസ്. എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നും ഓഫർ മൂവ് ചെയ്തിട്ടുണ്ടാകണം, സെക്കൻഡ് പാർട്ടി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. സോ എഗ്രിമെൻറ്റ് മീൻസ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓഫറും അക്സെപ്റ്റൻസും ചേർന്നാൽ മാത്രമേ അതൊരു എഗ്രിമെൻ്റ് ആവൂ. ലൈക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, എ സെൻസ് എ പ്രപ്പോസൽ ടു ബി. ബിയോട് പറയുകയാണ് ടു പർച്ചേസ് ഹിസ് ഹൗസ്. ഞാൻ നിങ്ങളുടെ ഹൗസ് വാങ്ങാൻ തയ്യാറാണ്. ബി അക്സെപ്റ്റ് ദി പ്രപ്പോസൽ. ബി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദെയർ ഇസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. സോ ദെയർ മസ്റ്റ് ബി ആൻ എഗ്രിമെൻറ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ എസെൻഷ്യൽ എലമെൻറ്റ്. മൂന്നാമതായി നമുക്ക് പറയാം ദ ഇൻറ്റൻഷൻ ഈസ് ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് ഒരു നിയമപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. അതായത് ദെയർ മസ്റ്റ് ബി ആൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. സോ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടായിരിക്കണം ഇത്തരം എഗ്രിമെൻറ്റിൽ ഏർപ്പെടേണ്ടത്. ഇഫ് ദെയർ ഈസ് നോ സച്ച് ഇൻറ്റൻഷൻ ദെയർ വിൽ നോട്ട് ബി എനി കോൺട്രാക്റ്റ്. ലീഗൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എഗ്രിമെൻറ്റും എൻഫോഴ്സിബിലിറ്റിയും വന്നാൽ മാത്രമേ കോൺട്രാക്റ്റ് ആകൂ. സോ നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ നിയമപരമായിട്ടുള്ള റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ലക്ഷ്യം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. സോ ഇൻ ദാറ്റ് സെൻസ് യു ക്യാൻ സേ there must be an intention to create legal relationship. Then fourth essential element is lawful consideration. So consideration is the foundation of every contract. Consideration means an advantage or benefit moving from one party to other. അതായത് ഈ കോൺട്രാക്റ്റിൽ വരുന്ന 2 പാർട്ടീസിൻ്റെ ഭാഗത്തുനിന്നും, ഒരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ അടുത്തേക്കും സെക്കൻഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് പാർട്ടിയിലേക്കും ഒരു കൺസിഡറേഷൻ മൂവ് ചെയ്യണം, ഒരു അഡ്വാൻറ്റേജ് മൂവ് ചെയ്യണം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ലൈക്ക് കാർ വിൽക്കുകയാണെങ്കിൽ കാർ മൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കോമ്പൻസേഷൻ, ഒരു കൺസിഡറേഷനാണ്. അതിൻ്റെ എമൗണ്ട് തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനാണ്. ലൈക്ക്വൈസ് ഇത്തരത്തിൽ 2 പാർട്ടീസിനും എന്തെങ്കിലും രീതിയിലുള്ള കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ലോഫുൾ കൺസിഡറേഷൻ ആകൂ. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. ഇഫ് യു ആർ ഗിവിങ് സംതിങ് യു ആർ എക്സ്പെക്റ്റഡ് ടു ഗെറ്റ് സംതിങ്. അതാണ് സംതിങ് ഇൻ റിട്ടേൺ. ആൻ എഗ്രിമെൻറ്റ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ ഓൺലി വെൻ ബോത്ത് ദി പാർട്ടീസ് ഗീവ് സംതിങ് ആൻഡ് ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ. 2 പാർട്ടീസും അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത് എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയാൽ മാത്രമേ ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ കൺസിഡറേഷനെ നമ്മൾ ലോഫുൾ ആയിട്ട് കരുതൂ. അതോടൊപ്പം ഓർക്കുക, എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് അറ്റ് ഓൾ. കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റിനെ നമ്മളൊരു കോൺട്രാക്റ്റ് ആയിട്ട് പോലും കരുതില്ല. ദർ ആർ സം എക്സംഷൻ ടു. എക്സംഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ലെറ്റ്സ് കണ്ടിന്യൂ. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഈസ് ദി പാർട്ടീസ് മസ്റ്റ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കോമ്പീറ്റൻസി ഈ പാർട്ടീസിന് ഉണ്ടാവണം. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ പാർട്ടീസിന് ഒന്നാമതായിട്ട് ഏജ് ഓഫ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം. ലൈക്ക് ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് 18 വയസ്സ്, ഇന്ത്യയിൽ 18 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അവകാശമുള്ളൂ. അതാണ് മെജോറിറ്റി. ദെൻ ദാറ്റ് പേഴ്സൺ മസ്റ്റ് ബി ഓഫ് സൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ആവരുത്, ഡ്രങ്കാർഡ് ആവരുത്, അല്ലെങ്കിൽ ലുനാറ്റിക് ആവരുത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊന്നും, ഇപ്പോൾ ഡ്രങ്കാർഡ് ആണെങ്കിൽ അദ്ദേഹം മദ്യപിച്ചിരിക്കുന്ന സിറ്റുവേഷനിലാണ് ആണെങ്കിൽ അതിനെ നമ്മളൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കരുതില്ല. ആ സാഹചര്യങ്ങളാണ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞത്. ദെൻ ഹി ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ. നിയമപരമായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ഒരു ഇൻഡിവിജ്വൽ ആവരുത്. ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇൻകോമ്പീറ്റൻറ്റ് കോൺട്രാക്റ്റ് എന്നുള്ള സിറ്റുവേഷനാണ്. ലൈക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, വെൻ ഈ ബിക്കെയിം ആൻ ഇൻസോൾവെൻ്റ് ആയി എന്ന് വിചാരിക്കുക. ഇൻസോൾവെൻ്റ് ആകുമ്പോൾ നിയമപരമായിട്ട് അദ്ദേഹത്തെ ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അവകാശം ഉണ്ടാവില്ല. സോ ഇതാണ് കോമ്പീറ്റൻസി കൊണ്ട് ഉദ്ദേശിച്ചത്. കോമ്പീറ്റൻസി 3 സിറ്റുവേഷൻ ഓർക്കുക. 1 ഏജ് ഓഫ് മെജോറിറ്റി, 2 സൗണ്ട് മൈൻഡ് ആയിരിക്കണം, 3ാമതായിട്ട് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ വിച്ച് ഹീ ഈസ് എ സബ്ജക്റ്റ്. അദ്ദേഹം സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു ലോയും അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പാടില്ല. ഈ 3 കണ്ടീഷൻസും ആപ്ലിക്കബിൾ ആണെങ്കിൽ, അതായത് ഈ 3 കണ്ടീഷൻസും ആപ്ലിക്കബിൾ ആണെങ്കിൽ ആ ഇൻഡിവിജ്വലിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് യു ക്യാൻ സേ കോമ്പീറ്റൻസി ഉണ്ടെന്ന് പറയാം. അടുത്തതായിട്ട് കൺസെൻസസ് അതീതം.
ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയും, കൺസെൻസസ് അധിതം. ഈ ടേം കൂടി നിങ്ങൾ ഓർക്കണം. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്നാണ് മീനിങ്. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ദെയർ മസ്റ്റ് ബി മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന പാർട്ടി ഒരു എഗ്രിമെൻ്റ് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി രണ്ടുപേരും ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരേ കാര്യത്തെപ്പറ്റി ആയിരിക്കണം. സോ രണ്ടുപേരും ഒരേ കാര്യത്തെപ്പറ്റി ഒരേ രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. അതാണ് കൺസെൻസസ് അധിതം ഓർ മീറ്റിംഗ് ഓഫ് മൈൻഡ്. ദാറ്റ് മീൻസ് ദെയർ മസ്റ്റ് ബി ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എമംഗ് ദി പാർട്ടീസ് റിഗാർഡിംഗ് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്റ്റ്. ദി പാർട്ടീസ് മസ്റ്റ് എഗ്രി അപ്പോൺ ദി സെയിം തിങ് ഇൻ ദി സെയിം സെൻസ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. സി ഇഫ് എ സേസ് ടു ബി, വിൽ യു പർച്ചേസ് മൈ ബ്ലാക്ക് ഹോഴ്സ് ഫോർ ₹2 lakh ആൻഡ് ബി സേസ് എക്സ് ടു ഇറ്റ്, ദർ ഇസ് കൺസെൻസസ് അധിതം. എന്തുകൊണ്ടാണ്? ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിൽ യു പർച്ചേസ് മൈ ബ്ലാക്ക് ഹോഴ്സ്. അതായത് എൻ്റെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ഹോഴ്സ് ഉണ്ട്. എൻ്റെ ഇപ്പോൾ ഒരു 5 ഹോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ അദ്ദേഹം പറയുകയാണ് എൻ്റെ ഹോഴ്സിനെ ഞങ്ങൾ മേടിക്കുമോ, 2 ലക്ഷത്തിന് മേടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഹോഴ്സ് ആണെന്നുള്ളത് ആംബിഗ്വിറ്റിയാണ്, വ്യക്തതയില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും ബ്ലാക്ക് ഹോഴ്സിനെ പറ്റിയാണ്. ബ്ലാക്ക് ഹോഴ്സിനെ മേടിക്കാമോ എന്ന് ചോദിക്കുന്നു, അദ്ദേഹം അത് 2 ലക്ഷത്തിന് മേടിക്കാമെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് ദെയർ ഈസ് പ്രോപ്പർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. രണ്ട് പാർട്ടീസും ഒരേ കാര്യത്തെപ്പറ്റി ഒരേ രീതി ചിന്തിച്ചിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടെന്ന് പറയാം. ദെൻ ദെയർ മസ്റ്റ് ബി ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്. അതായത് ഒരു രീതിയിൽ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കരുത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലെ കൺസെൻറ്റ് നേടിയെടുത്തിരിക്കുന്നത് ഫ്രീ ആയിട്ടായിരിക്കണം, സ്വമേധയായി എഗ്രി ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ കൊയേഷൻ വഴിയോ, കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിർബന്ധിച്ച്, മീൻസ് അദ്ദേഹത്തെ തല്ലുമെന്ന് പറഞ്ഞോ ഭീഷണിപ്പെടുത്തിയോ ഒക്കെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കൊയേഷനാണ്. അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഇദ്ദേഹത്തിൻ്റെ മുകളിൽ അതോറിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ, പവറുള്ള ഇൻഡിവിജ്വൽ, ആ പവർ മിസ്യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണെങ്കിൽ അത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. അല്ലെങ്കിൽ യു ക്യാൻ സേ ദർ മേ ബി മിസ്റ്റേക്ക്, അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ആകാം, ഫ്രോഡ് ആകാം. ഇങ്ങനെ പല വഴിയിലൂടെ ഫ്രീ കൺസെൻറ്റ് ഇല്ലാതെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഫ്രീ കൺസെൻറ്റ് ഇല്ലാതെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതെന്ന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിന് കോൺട്രാക്റ്റിൽ നിന്ന് വോയിഡ് ആക്കാനുള്ള അവകാശമുണ്ട്. വോയിഡബിൾ എന്ന് പറയും. വോയിഡ് ആക്കാനുള്ള ഓപ്ഷൻ ആരാണോ അഗ്രീഡ് പാർട്ടി ആ ഇൻഡിവിജ്വലിനുണ്ടാകണം. സോ നമ്മുടെ അടുത്ത കണ്ടീഷൻ ഫ്രീ കൺസെൻ്റ് ആണ്. എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് സ്വമേധയായിരിക്കണം, മറ്റൊരു ഫോഴ്സും കൊണ്ട് ആയിരിക്കരുത്. ദെൻ അടുത്ത എസെൻഷ്യൽ എലമെൻറ്റ് lawful object. So the legal requirement of a valid contract is that the parties must contract for a lawful object. നിയമപരമായിട്ട് പോസിബിൾ ആയ, നിയമപരമായിട്ട് വയബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. ലൈക്ക് നമുക്ക് പറയാം, ഈ പറയുന്ന കാര്യങ്ങൾ ലോഫുൾ ആകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഇല്ലീഗൽ ആവരുത്, ഇമ്മോറൽ ആവരുത്, അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ഓപ്പോസിറ്റ് ബൈ പബ്ലിക് പോളിസി ആവരുത്, ഫ്രോഡുലൻ്റ് ആവരുത്, ആർക്കെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയോ ആരുടെയെങ്കിലും പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള എഗ്രിമെൻ്റ് ആവരുത്. ഈ സാഹചര്യങ്ങളിലെല്ലാം ഇത് അൺലോഫുള്ളാണ്. സോ എന്താണോ കോൺട്രാക്റ്റിലെ ഒബ്ജക്റ്റ്, പർപ്പസ് എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയാം. എ പ്രോമിസസ് ടു പേ ₹50,000 ടു ബി ഇഫ് ബി കിൽ സി. സിയെ കൊല്ലുവാണെങ്കിൽ 50,000 രൂപ പേ ചെയ്യാം. ഇത് വാലിഡ് കോൺട്രാക്റ്റ് ആണോ? അല്ല. അതാണ് നമ്മൾ പറഞ്ഞത്, അൺലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആവരുത്, ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. ദെൻ അടുത്ത എലമെൻറ്റ്, ദി എഗ്രിമെൻറ്റ് മസ്റ്റ് ബി സർട്ടൻ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിരിക്കണം, കൃത്യമായിരിക്കണം, സർട്ടനിറ്റി ഉണ്ടാവണം. അതായത് ദി ടേംസ് ഓഫ് ദി എഗ്രിമെൻറ്റ് മസ്റ്റ് ബി സർട്ടൻ ആൻഡ് നോട്ട് വേഗ്. വേഗ്, ആംബിഗ്വിറ്റി ഉണ്ടാവരുത്, കൃത്യമായിരിക്കണം. സോ ഇഫ് ഇറ്റ് ഈസ് വേഗ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അസർട്ടൈൻ ദി മീനിങ്, ഇറ്റ് കാനോട്ട് ബി എൻഫോഴ്സ്ഡ്. നമുക്കത് വ്യക്തമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വേഗമാണെങ്കിൽ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. എക്സാമ്പിൾ പറയാം. എ അഗ്രീസ് ടു സെൽ ടു ബി വൺ ഓഫ് ഹിസ് കാർസ്. ഒരു കാർ ഞാൻ വിൽക്കാം എന്നാണ് എ ബിയോട് പറഞ്ഞത്. എ ഹാസ് 5 കാർസ്. എക്ക് 5 കാറുണ്ട്. ഏത് കാറാണ് എന്നുള്ളതിൽ വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ ദിസ് എഗ്രിമെൻറ്റ് ഈസ് നോട്ട് വാലിഡ് ബിക്കോസ് എഗ്രിമെൻറ്റ് ഈസ് അൺസർട്ടൻ. അൺസർട്ടൻ ആയതുകൊണ്ട് ഈ എഗ്രിമെൻറ്റ് വാലിഡ് ആയിരിക്കില്ല. അതാണ് സർട്ടനിറ്റി പറഞ്ഞത്. നെക്സ്റ്റ് ഫീച്ചർ, ദി പെർഫോമൻസ് മസ്റ്റ് നോട്ട് ബി ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒരിക്കലും കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ എന്നുള്ള രീതി വയ്ക്കാൻ സാധിക്കില്ല. സോ ഇറ്റ് മസ്റ്റ് ബി സർട്ടൻ. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാം. എ അഗ്രീസ് ടു പേ ₹1 lakh ടു ബി ഇഫ് ബി ബ്രിങ്സ് സ്റ്റാർസ് ഫ്രം ഹെവൻ.
ഇസ് ഇറ്റ് പോസിബിൾ? നോ. അങ്ങനെയുള്ള ഏതെങ്കിലും ഇമ്പോസിബിൾ ഇവൻ്റാണ് പെർഫോം ചെയ്യാൻ പറയുന്നതെങ്കിൽ ആ എഗ്രിമെൻറ്റ് ഒരിക്കലും എൻഫോഴ്സിബിൾ ആയിരിക്കില്ല. അതാണ് പറഞ്ഞത്, ദി പെർഫോമൻസ് മസ്റ്റ് നോട്ട് ബി ഇമ്പോസിബിൾ. സോ പെർഫോമൻസ് ഷുഡ് ബി പോസിബിൾ. എന്നാൽ മാത്രമേ കോൺട്രാക്റ്റിന് നമുക്ക് വാലിഡ് എന്ന് പറയാൻ സാധിക്കൂ. ദെൻ ലീഗൽ ഫോർമാലിറ്റീസ്. നെക്സ്റ്റ്, ദി കോൺട്രാക്ട് മേ ബി ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. അതെങ്കിൽ എഴുതി വെച്ചതാകാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓറൽ വേയിലുള്ള കോൺട്രാക്റ്റ് ആകാം. സോ ഇറ്റ് ഈസ് ഹൗഎവർ ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പാർട്ടീസ് ദാറ്റ് കോൺട്രാക്ട് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. സോ രണ്ട് പാർട്ടിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്റ്റ് റൈറ്റിങ്ങിലായിരിക്കണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ ദി ഡോക്യുമെൻറ്റ്സ് ഇൻ വിച്ച് ദി കോൺട്രാക്ട് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഷുഡ് ബി stamped and in some cases it must be registered because there are some regulations, right? Some restrictions by the government ആയിട്ട് പറയുന്നുണ്ട് ചില കേസുകളിൽ സ്റ്റാമ്പ് പേപ്പർ യൂസ് ചെയ്യണം വാലിഡിറ്റി വരുവാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ യൂസ് ചെയ്തിരിക്കണം, അതൊരു ലീഗൽ ഫോർമാലിറ്റിയാണ്. അല്ലെങ്കിൽ മറ്റു ചില കേസുകളിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ലൈക്ക് ഇപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് ടു സെൽ എ പ്രോപ്പർട്ടി, രജിസ്ട്രേഷൻ ഇസ് റിക്വയർഡ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്താൽ മാത്രമേ ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉണ്ടാവൂ. ഓക്കെ. നെക്സ്റ്റ് വൺ, എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം സെഷൻ 24 to 30, 24ാമത്തെ സെഷൻ തൊട്ട് 30ാമത്തെ സെഷൻ വരെ പറയുന്നത് വോയിഡ്, എക്സ്പ്രസ്ലി വോയിഡ് എഗ്രിമെൻറ്റ്സിനെ പറ്റിയാണ്. അതായത് താഴെ പറയുന്ന ഏത് കേസിലായാലും അത് എക്സ്പ്രസ്ലി വോയിഡ് ആണ്, നിലനിൽക്കില്ല. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് വരാൻ പാടില്ല. ലൈക്ക് എക്സാമ്പിൾ പറയാം, എഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് എന്ന് പിന്മാറാനുള്ള എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ഇൻ റിസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് ഒഴിവാക്കാനുള്ള എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ബൈ വേ ഓഫ് വേജറിന് ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് ആകാം. ഇങ്ങനെയുള്ള എല്ലാ എഗ്രിമെൻറ്റ്സും എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ആണ്. ഒരു കാരണവശാലും എൻ്റർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വിൽ ബി വോയിഡ് അബ് ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് തന്നെ അത് വോയിഡ് ആയിരിക്കും. ഓക്കെ. സോ ദീസ് ആർ ദി എസെൻഷ്യൽസ്. നമ്മൾ പറഞ്ഞ എസെൻഷ്യൽസ് ഇവയെല്ലാമാണ്. നിങ്ങൾക്ക് കാണാം, ഗീവൺ ബൈ ആക്റ്റും നോട്ട് ഗീവൺ ബൈ ആക്റ്റുമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്ന എസെൻഷ്യൽസ്, എന്നാൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറഞ്ഞില്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽസ്. സോ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയാതെ എന്നാലും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഒന്ന്, ദർ മസ്റ്റ് ബി 2 parties. ദെൻ ദർ മസ്റ്റ് ബി ആൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ദെൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് ലീഗൽ ഫോർമാലിറ്റീസ്. സെർട്ടനിറ്റി, മീനിങ് എന്താണ്, വ്യക്തത ഉണ്ടാവണം. ദെൻ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് നടക്കാൻ സാധ്യത ഉണ്ടാവണം, ഇമ്പോസിബിൾ ഇവൻ്റ് ആവരുത്. ദെൻ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ദെയർ, ലോഫുൾ കൺസിഡറേഷൻ, കപ്പാസിറ്റി ഓഫ് കോൺട്രാക്റ്റ്, ഫ്രീ കൺസെൻറ്റ്, ലീഗൽ ഒബ്ജക്റ്റ് ആൻഡ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. ഓക്കെ. സോ ദീസ് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിലേക്ക് വന്നാൽ ഇത്രയുമാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. സോ UGC നെറ്റിൻ്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഓർക്കുക, നമ്മളെ സംബന്ധിച്ച് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകുക എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് യോഗ്യതയാണ് UGC നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. സോ വളരെ കോമ്പിറ്റൻസി കൂടിയ ഒരു എക്സാമായിട്ട് മാറുകയാണ് ഇന്ന്. അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഇത്തരത്തിലൊരു പ്രിപ്പറേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ 2 കോഴ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് ഡ്യൂറേഷൻ ക്ലാസ്സസും അതേപോലെ ലോങ് ഡ്യൂറേഷൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് എക്സാം വരെ ആ ഒരു റൈറ്റ് ട്രാക്കിൽ പോകാനും കൃത്യസമയത്ത് നിങ്ങളുടെ പോർഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാനും ഒക്കെ നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞങ്ങൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് CSIR കോഴ്സസ് ആണെങ്കിൽ ഫിസിക്സിൽ നെറ്റ് കോഴ്സാണ് ഓഫർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ UGC കോഴ്സസ് ആണെങ്കിൽ ജനറൽ പേപ്പർ, കൊമേഴ്സ്, മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ് ആൻഡ് ഇക്കണോമിക്സ് എല്ലാ ഏരിയയിലും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മളുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതുപ്രകാരം നിങ്ങൾക്ക് മെറ്റീരിയൽസും അതേപോലെ സപ്പോർട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊള്ളുക. ഇനി ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു എവരി വൺ. ബൈ.